ചേച്ചിയുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്തൊക്കെയാ? ഏതെങ്കിലും ഒരു നൈസ് മെസ്സേജ്, ഒരു കോംപ്ലിമെന്റ്, ഇല്ലെങ്കിൽ നൈസ് മ്യൂസിക്, ഇല്ലെങ്കിൽ ഒരു നല്ല ഭക്ഷണം, അല്ല ജസ്റ്റ് ഒരു ചാട്ട്, ആൻഡ് ലീജർ ടൈം. കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. യുവർ സ്ട്രെങ്ത് എന്താണ് ചേച്ചിയുടെ സ്ട്രെങ്ത്? ഡെഫിനറ്റ്ലി സെൻസ് ഓഫ് ഹ്യൂമർ. ഫ്രോം ചെറുപ്പം മുതൽ എനിക്ക് ഇത് ഒരു ന്യൂ അവർ കൂടെ എങ്ങനെ സംസാരിക്കാം അങ്ങനെയല്ല. ഞാൻ വളരെ സ്റ്റാർട്ടിംഗ് ട്രബിളേ ഇല്ല. ഒരു ആളിന്റെ ഏറ്റവും വലിയ പ്രഷ്യസ് ഗുണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആയിക്കോട്ടെ ഇസ് ഓണസ്റ്റി. ഐ വാല്യൂ ഓണസ്റ്റി. ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നാൽ ശുണ്ഠിയാവുന്ന ഒരാളുമാണോ? കള്ളത്തരം പറഞ്ഞാൽ ഏത് റോൾ വന്നാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഇല്ല. ഞങ്ങൾ ഓൾസോ സെലക്റ്റീവ്. നമ്മുടെ ഇന്റഗ്രിറ്റി വെച്ചാൽ, നമ്മുടെ എഡ്യൂക്കേഷണൽ ലെവൽസ് വെച്ചാൽ ഇത് പ്രോഗ്രസീവ് ആണോ ഇല്ലോ എന്ന് ഞങ്ങൾ ആലോചിക്കണം. സോ ഞാൻ പറഞ്ഞതുപോലെ വെറുതെ ഒരു ക്യാരക്ടർ വെറുതെ എനിക്ക് ഇഷ്ടമല്ല. ദാറ്റ്സ് വാട്ട്. നമ്മ ഉള്ളിൽ ഒരു സത്യമുണ്ടെങ്കിൽ, ഒരു ട്രൂത്ത് ഉണ്ടെങ്കിൽ, ഞങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ പെർഫോമൻസ് ചെയ്യാനല്ല, ഞാൻ എൻ്റെ ഡാൻസ് ആസ്വാദിക്കണം, എൻ്റെ ഡാൻസിൽ ഞാൻ അബ്സോർബ് ആയിരിക്കണം. കറുത്ത നിറമുള്ള ഒരാൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ ഒരു ആണിന് ഒരു ഡാൻസ് ചെയ്താൽ അത് അതിനകത്തൊരു അഭംഗിയോ, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും പറഞ്ഞാൽ ചേച്ചി അതിനോട് യോജിക്കുന്നുണ്ടോ? കുറെ ആൾക്കാർ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടാവും, പക്ഷെ അവർ ഡാൻസ് ഒരിക്കലും നമ്മ ഹാർട്ടിൽ ടച്ച് ആവണില്ല. ആരെ പറഞ്ഞു കറുത്ത കളർ ബ്യൂട്ടിഫുൾ അല്ലാന്ന്? ഞാൻ ഒരു കാര്യം പറയട്ടെ. ഐ എം വെരി പ്രൗഡ് ഓഫ് ദിസ് വൺ ഫാക്ട്. അപ്പോൾ ഇറ്റ് വാസ് കോൾഡ് ഫെയർ ആൻഡ് ലവ്ലി. ഓക്കേ. ഫെയർനെസ് ക്രീം. എനിക്ക് ആഡ് they were behind me. For an Indian girl, ഞാൻ ഫെയർ കംപ്ലക്ഷൻഡ് ആണ്. ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ ഞാൻ ഒരു ഫെയറർ ഗേൾ ആണ്. പക്ഷെ ഞാൻ ആ ടൈമിൽ ഞാൻ അത് ചെയ്തിട്ടില്ല. ബിക്കോസ് I felt ഇത് റോങ് വാല്യൂസ് ആണ്. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. ഇനി ചേച്ചി നമ്മുടെ നെക്സ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത്, ചേച്ചി ഓവർ ടു ആ മോണിറ്ററിലേക്ക് നോക്കിക്കോ. അതിൽ തന്നെ ചേച്ചിയുടെ കുറെ ഫോട്ടോസ് നമ്മൾ മാറി മാറി കാണിക്കും. അതിൽ ചേച്ചിയുടെ ഹൃദയത്തോട് ചേർത്ത് വെച്ചിരിക്കുന്ന ചില ഫോട്ടോസ് ഉണ്ടാവും, സ്പെഷ്യൽ ഫോട്ടോസ് ഉണ്ടാവും. അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട ഫോട്ടോസ് വരുമ്പോൾ ചേച്ചി അപ്പം അത് പോയിന്റ് ഔട്ട് ചെയ്യണം, കാണിച്ചു തരണം കേട്ടോ ഏതൊക്കെ ഫോട്ടോസ് ആണ്. വളരെ ഇഷ്ടം. ഫസ്റ്റ് മാഗസിൻ കവറിൽ വന്നത് പറഞ്ഞു തീരാത്ത വിശേഷങ്ങൾ. കഴിഞ്ഞു. ഓക്കെ, ഫസ്റ്റ് വൺ ചേച്ചി പറഞ്ഞത് ഫസ്റ്റ് അതൊക്കെ ഇഷ്ടപ്പെടാൻ അതിന്റെ ആ ഒരു പിന്നിലുള്ള കഥകളും കൂടെ പറയാ. ഫോട്ടോ ഒക്കെ, ഈ ഫോട്ടോ എടുത്തത് ഒരു ലെജൻഡറി ഫോട്ടോഗ്രാഫർ ഉണ്ടായിരുന്നു. ഫ്രം Bollywood to Nehru to Queen Elizabeth to anybody, one of the pioneer greatest photographers Mumbai il undarnu. Our peru Dheeraj Chavda. Avaru marchipoyi at 91. But our Bangalore ke shift aayi later, and I was actually, because of him I'm getting photographed. Karanam avar danne enku point out cheyidu enku oru njan photo gene kaananu. And our kore experiments that actually my sari pink ana adu mele or black velvet it backdrop velvet and or black velvet shawl it a photo eduthu. So from nothing you just see one face coming out with a little bit of pink. Ingane enno experiment avaru cheydirunno. One of the most aesthetic and principled photographers, Dheeraj Chavda. Yes, every photographer
തീർച്ചയായിട്ടും അവർ പറ്റി പഠിക്കണം. ഓക്കെ. ബാക്കിയുള്ള ഫോട്ടോസ് ഒക്കെ ചേച്ചി കണ്ടതിലും ഒക്കെ ആ ഒരു പോയിന്റ് ഔട്ട് next ചെയ്തത് അവരുടെ ഫ്രണ്ട് ഒരു ചന്ദൻ ഹിസ് ഫ്രണ്ട് ടുക്ക് ദാറ്റ് പിക്ചർ. അത് ഒരു മാഗസീനിലെ കവർ ഫോട്ടോ വന്നതാണ്. ഓക്കെ. ആൻഡ് മെനി ഒരു ഇന്ത്യൻ പ്രണയകഥന്റെ ഫോട്ടോസിനെ കണ്ടിട്ടുണ്ട്. പിന്നെ പിന്നെ ഒരു വൈറ്റ് സാരി ഒരെണ്ണം വൈറ്റിൽ ഇങ്ങനെ ഗ്രേ കളർ ഒക്കെ ആയിട്ട് ഒരു സിമ്പിൾ ആയിട്ട് ചേച്ചി ഇതുപോലെ ഹെയർ ഒക്കെ ഇട്ടിട്ടിരിക്കണേ, അതിലും ചേച്ചി കണ്ടപ്പോ പറഞ്ഞു നന്നായിരുന്നു. വൈറ്റിലല്ല, ഒരു ഗ്രേ ആണ് ഇങ്ങോട്ടൊക്കെ വരുമ്പോ. ഒരു ഇന്ത്യൻ പ്രണയകഥ അല്ല, അത് ഫുൾ ഗ്രേ. ഇതിങ്ങനെ പ്ലീറ്റ് ചെയ്തിട്ട പോലെ ഒരെണ്ണം ഉണ്ടായിരുന്നു എന്റെ ഫോണില്. ഇവിടെ. മൊബൈൽ ഫോട്ടോ ആണ്. അല്ല, ഒരു ഇന്ത്യൻ പ്രണയം. ഓ, അതിൽ തന്നെ ഉള്ളതാണോ? ഇതും അതും ഒക്കെ. അപ്പൊ ഇത് കഴിഞ്ഞിട്ടുള്ള ഗ്രേ സാരിയും ചേച്ചി അത് തന്നെയായിരുന്നു പറഞ്ഞത്. ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ ഏറ്റവും ലാസ്റ്റ് സെഗ്മെന്റിലേക്ക് നമുക്ക് മൂവ് ചെയ്യാം. ലാസ്റ്റ് സെഗ്മെന്റ് എന്ന് പറയുന്നത് ലൈഫ് കാർഡ്സ് ആണ്. Oh, the book looks so beautiful. യെസ്, എല്ലാരും വന്നിട്ട് പറയും ഞങ്ങളുടെ താളിയോല ബിസ്ക്കറ്റ് മണം വന്നിട്ടുണ്ടാവും ചിലപ്പോ ഈ ഓൾഡ് പുസ്തകം വരുമ്പോ. പക്ഷെ ഇതല്ല. ഇതിനകത്ത് ഇനി നമ്മൾ ഈ ലൈഫ് കാർഡ്സ് ആണ്. ചേച്ചി ഇതിലെ ഓരോരോ കാർഡും മാറി മാറി നോക്കിയിട്ട് ആ കാർഡിനകത്ത് ഓരോ കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ച് ചേച്ചിയുടെ ലൈഫായിട്ട് കണക്ട് ചെയ്തിട്ട് ചേച്ചി അതിനെക്കുറിച്ച് ഒന്ന് പറയാ, ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്യാം. Oh, my strength. ഓരോ കാർഡ് ബൈ കാർഡ് ആയിട്ട്. I have a good sense of humor. എന്താ ഫസ്റ്റ് എഴുതിയെന്ന് പറയൂ. Your strength. Your strength. എന്താണ് ചേച്ചിയുടെ സ്ട്രെങ്ത്? Definitely sense of humor. ആണല്ലേ? And ഞാൻ very easily make friends with people. ഒരു ആറാം with people. അതിപ്പോ ഇപ്പൊ തന്നെ മനസ്സിലാക്കാം. ചേച്ചി ഭയങ്കര നേരത്തെ പറഞ്ഞ പോലെ ഫൺ ലവിങ് ആണ്, പെട്ടെന്ന് ഫ്രണ്ട്ലി ആവും എല്ലാരുമായിട്ട്. അതൊരു ന്യൂ ഫ്രോം ചെറുപ്പം മുതൽ എനിക്കിത് ഒരു ന്യൂ അവർ കൂടെ എങ്ങനെ സംസാരിക്കാം അങ്ങനെയല്ല. ഞാൻ വളരെ സ്റ്റാർട്ടിങ് ട്രബിളേ ഇല്ല. എല്ലായിടത്തും പോയി നിറയെ സംസാരിക്കും. ഓക്കെ. നെക്സ്റ്റ്. Being this I like, thank you, the choose ചെയ്തത് very nice. Being busy has not been a problem. അത് ആക്ച്വലി ഫുൾ സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞത്, being busy has not been a problem, getting good roles has been. ബിസി നമുക്ക് എപ്പോഴും ഡാൻസ് പ്രോഗ്രാം ഉണ്ട്, അത് ഉണ്ടാവും, കുറെ കാര്യങ്ങളുണ്ട്. ഐ എം ഓൾവേസ് ബിസി. ട്രാവൽ അത് കൂടെ വളരെ നന്നായിട്ടുണ്ട്. ബട്ട് വെൻ ഇറ്റ് കംസ് ടു സിനിമ ഏത് റോൾ വന്നാലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ. ഞങ്ങൾ ഓൾസോ സെലക്റ്റീവ്. നമ്മുടെ ഇന്റഗ്രിറ്റി വെച്ചാൽ, നമ്മുടെ എഡ്യൂക്കേഷണൽ ലെവൽസ് വെച്ചാൽ ഇത് പ്രോഗ്രസീവ് ആണോ ഇല്ലോ എന്ന് ഞങ്ങൾ ആലോചിക്കണം. സോ ഞാൻ പറഞ്ഞതുപോലെ വെറുതെ ഒരു ക്യാരക്ടർ വെറുതെ എനിക്ക് ഇഷ്ടമില്ല. ദാറ്റ്സ് വാട്ട് ഇറ്റ് വാസ്. ഓക്കെ. ഇത് ഞാൻ പറഞ്ഞില്ല, ബട്ട് ജസ്റ്റ് ഇസ് ട്രസ്റ്റ് മോർ ഇമ്പോർട്ടൻറ്റ് ദൻ ലവ്? ഡെഫിനറ്റ്ലി. ഐ തിങ്ക് ഒരു ആളിൻ്റെ ഏറ്റവും വലിയ പ്രഷ്യസ് ഗുണമെന്ന് പറഞ്ഞാൽ ആരെങ്കിലും ആയിക്കോട്ടെ ഇസ് ഓണസ്റ്റി. ഐ വാല്യൂ ഓണസ്റ്റി എ ലോട്ട്. ഓക്കെ. ഇത് മലയാളത്തിലാണ് എഴുതിയേക്കുന്നത്. എന്താ എഴുതിയേക്കുന്നത്? എന്റെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ചേച്ചിയുടെ ജീവിതത്തിലെ കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ എന്തൊക്കെയാ? ക്വയറ്റായിട്ട് രാവിലെ ഒരു ഗുഡ് കോഫി, ബേർഡ്സ് ഇന്റെ ചർപ്പിംഗ്, മഴ, ഒരു ഡ്രൈവ്. മഴയത്ത് കുളിച്ചിട്ടുണ്ടോ? മഴയത്ത് പണ്ട്. ഇപ്പൊ എനിക്ക് കാണുമ്പോ ഇഷ്ടം. ഓക്കെ. ഏതെങ്കിലും ഒരു നൈസ് മെസ്സേജ്, ഒരു കോംപ്ലിമെന്റ്, ഇല്ലെങ്കിൽ നൈസ് മ്യൂസിക്, ഇല്ലെങ്കിൽ ഒരു നല്ല ഭക്ഷണം, അല്ല ജസ്റ്റ് ഒരു ചാറ്റ്, ആൻഡ് ലീജർ ടൈം, കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ. ചേച്ചി പെട്ടെന്ന് ഇതേപോലെ ചെറിയ ഇതുപോലെ റിക്ഷ ഡ്രൈവ്. യു ലൈക്ക് ഓട്ടോറിക്ഷ? യു ലവ് ഓട്ടോറിക്ഷ ഡ്രൈവ്. ഓക്കെ. അപ്പൊ അങ്ങനത്തെ ഇത്രയും ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നാൽ ലക്ഷ്മി എന്ന് പറഞ്ഞ ഒരാളെ നമുക്ക് സന്തോഷിപ്പിക്കാം. അതേപോലെ ഇതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വന്നാൽ ശുണ്ഠിയാവുന്ന ഒരാളും ആണോ? ആങ്കർ ഉണ്ടോ അങ്ങനെ പെട്ടെന്ന്? ആവും. ഡിപ്പെൻഡ്സ്. എനിക്ക് ആങ്കർ വരും. നമ്പർ 1 കള്ളത്തരം പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമല്ല. because I am not like that. എനിക്കത് ഇഷ്ടമേ അല്ല. അത് പ്രത്യേകിച്ച് നമ്മൾ കള്ളം പറഞ്ഞിട്ടില്ലെങ്കിൽ നമുക്കൊരു ഒരാളുടെ ഒരു കള്ളം കേട്ടാൽ ഡിസോണസ്റ്റ്, I don't like that. അവര് ട്രൂത്ത് പറഞ്ഞാൽ I will take it. You know? ഓക്കെ. അത് കവറപ്പ് ചെയ്യാനായിട്ട് കള്ളം പറയുമ്പോഴാണ് നമുക്കൊരു ഇഷ്ടമേ അല്ല. ശരി, അടുത്തത്. മീനിങ് ഓഫ് ഗുഡ് ലൈഫ്, ഗുഡ് റിലേഷൻഷിപ്സ്, good health. അത്രേ ഉള്ളൂ. ആൻഡ് ഈവൻ അബൌട്ട് ഗുഡ് റിലേഷൻഷിപ്സ്. അതാണ്.
ചേച്ചി കാര്യത്തിൽ വളരെ ലക്കിയാണ് യെസ് അല്ലേ? ആൻഡ് അത് പരസ്പരം അല്ലേ. ഗുഡ് റിലേഷൻഷിപ്പിനെ പറഞ്ഞാല് ട്രൂത്ത്ഫുൾ റിലേഷൻഷിപ്പ് ആൻഡ് കംപ്ലീറ്റ്. നമുക്ക് എന്തെങ്കിലും ഇഷ്ടം ആയെങ്കിൽ നമുക്ക് പറയണം, ഇഷ്ടമില്ലെങ്കിലും നമുക്ക് പറഞ്ഞിട്ട് ക്ലിയർ ചെയ്യണം. അതാണ്. ഇതെന്താ മറവി നല്ലതാണ്. മറവി നമ്മളെല്ലാ കാര്യങ്ങളും മറന്നു പോണത് അത് നല്ലതാണ്. എനിക്ക് ഇഷ്ടം പോലെ കളിയാക്കും കുറെ ആൾക്കാര്. എന്റെ ഓർമ്മശക്തി നല്ല ആബ്സെന്റ് മൈൻഡഡ് ആണ്. ആണോ? ഓ യെസ്, ആക്ച്വലി നല്ലതാണ്. ബിക്കോസ് നമുക്ക് എനിക്ക് കുറെ ദേഷ്യം വരുന്നുണ്ട്. അപ്പോ കുറച്ച് സമയം ശേഷം ഞാൻ മറക്കും അത് എന്തിനാ അങ്ങനെ ആരെ കൂടെ എനിക്ക് ഒരു ഫ്യൂ തിങ്സ് ഞാൻ ഡെഫിനറ്റ്ലി മോസ്റ്റ് ഞാൻ മറക്കും. സോ or ipo we meet so many people, some or unpleasant, I won't remember why. Later think there was something with this guy, I don't remember angane. Namukku nalladalle healthy aayittu irikam. Ade. So absent minded aanu bayangara, but it's good for me, I think. Yeah, okay. കഴിഞ്ഞു. ഓക്കെ, അങ്ങനെ നമ്മുടെ ലൈഫ് കാർഡ്സും കഴിഞ്ഞിരിക്കുകയാണ്. വായിക്കാറുണ്ടോ? റീഡിംഗ് ഹാബിറ്റ് ഉണ്ടോ? ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഒരു ഡാൻസേഴ്സ് തീർച്ചയായിട്ടും വായിക്കേണ്ട 2 ബുക്കുകൾ ഏതൊക്കെയാന്ന് ചേച്ചിക്കൊന്ന് സജസ്റ്റ് ചെയ്യാൻ പറ്റുമോ? I liked ഒരു ലീല സാംസൺ, the great dancer in India. I'm a huge fan also. Both her books I recommend. One about Rukmini Devi Atte, Rukmini Devi Arundel, and one called Rhythm and Joy, or introduction to various dance forms. Okay. And of course ഈ ടെക്സ്റ്റ് എല്ലാം ഉണ്ട്, നാട്യശാസ്ത്ര, അഭിനയ ദർപ്പണം, ഇതെല്ലാം ഞങ്ങൾ വായിച്ചിട്ടുള്ളത്. അത് നോളജ്ക്ക് വേണ്ടി അതെല്ലാം വെരി നൈസ്. ഓർ ബുക്സ് അബൌട്ട് ഗ്രേറ്റ് ആർട്ടിസ്റ്റ്, ബുക്ക് അബൌട്ട് ബാല സരസ്വതി, ഓർ ഐ റെഡ് എ ബുക്ക് അബൌട്ട് MS സുബ്ലക്ഷ്മി. ഓൾ ദിസ് ഐ വുഡ്. ഓക്കെ, ഈ ക്ലാസിക്കൽ ഡാൻസ് ഒരുപാട് എത്രയോ ചെറുപ്പം മുതൽ പഠിച്ച ഒരാളാണ്. അത് നമുക്ക് പഠിക്കുക മാത്രമല്ല, നമുക്കത് 2 പേരുടെ മുമ്പിൽ അത് പെർഫോം ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഡാൻസ് അറിയുന്ന ആൾക്കാർക്ക് നമുക്കൊക്കെ ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അല്ലെ? നല്ലൊരു ഓഡിയൻസ് കിട്ടുക, അതിനെ ശരിക്കും ലവ് ചെയ്യുന്ന ഒരാൾക്കാരുടെ മുമ്പിൽ പെർഫോം ചെയ്യാൻ പറ്റുക എന്നുള്ളത്. പക്ഷേ ഒരു സാധാരണ എത്ര നല്ല ഒരു ട്രെയിൻഡ് ഡാൻസർ ആണെന്ന് പറഞ്ഞാൽ പോലും അവർക്ക് കിട്ടുന്ന ഒരു വേദി വെന്യൂവിനെക്കാട്ടിലും ഇറ്റ്സ് മോർ ഈസി. നമുക്കൊരു സെലിബ്രിറ്റി ഒരു ഇതുണ്ടെങ്കിൽ, ഒരു ആക്ടർ എന്നുള്ള ഒരു സാധനം നമ്മുടെ കൂടെ ടാഗ് ലൈൻ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈസിയാണ് ഇത്തരത്തിലുള്ള സ്റ്റേജസ് കിട്ടാനായിട്ട്. ചേച്ചിക്ക് ആ ഒരു ഡിഫറൻസ് എത്രത്തോളമാണ് ചേച്ചിയുടെ ലൈഫിൽ അത് ചേച്ചിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക? ഡെഫിനറ്റ്ലി. ഈ ഇത്ര ഒരു വേദിയിൽ ഞാൻ ഡാൻസ് ചെയ്താലേ അതെന്റെ ഈ ഒരു സ്റ്റാർഡമിൽ വെച്ചാലേ, ഈ ഒരു ഫെയിം വെച്ചാലേ, ബിക്കോസ് വെറുതെ ഡാൻസ് വെച്ചിട്ട് ടു കം അപ്പ് അത് ഭയങ്കര ലോങ് ആവും. ആൻഡ് ലോഡ് ഓഫ് ഹാർഡ് വർക്ക്. ഡാൻസ് ചെയ്ത് കരിയർ പ്ലാൻ ചെയ്യണം. ഈ ജാഗത്തില് ഈ സ്ഥലത്തില് ഡാൻസ് ചെയ്യണം, നെക്സ്റ്റ് മുംബൈയിൽ ഒരു സ്ഥലത്തില്, ഡൽഹിയിൽ, ഇങ്ങനെ പ്ലാൻ ചെയ്തിട്ട് യു കെൻ ഗോ എവ്രിവെയർ. ഇവിടെ മച്ച് ഈസിയർ. ബട്ട് അത് കൂടെ ഞാൻ എങ്ങനെ നോക്കുന്നേന്ന് ഞാൻ പറയുമ്പോൾ ഇത് നമ്മേലെ ഒരു നല്ല റെസ്പോൺസിബിലിറ്റി ഓൾസോ. ഞാൻ എന്താ ഡാൻസ് ചെയ്യും, ഞാൻ എങ്ങനെ ഡാൻസ് ചെയ്യും, നമുക്ക് ആ വേദി തന്നിട്ടുണ്ട്, ഈസിയാണ്. പക്ഷേ എന്റെ കടമ, എന്റെ റെസ്പോൺസിബിലിറ്റി എന്താണെന്ന് വെച്ചാൽ ഞാൻ സ്റ്റഡി ഭരതനാട്യം. ഞാൻ സെമി ക്ലാസിക്കൽ കുറെ ചെയ്തിട്ടുണ്ട്. പക്ഷേ വൺ ഐ ഡാൻസ്, ആ ഭരതനാട്യമിന്റെ ശുദ്ധത, ആ ഒരു എസ്തറ്റിക്സ് ഞാൻ കൊണ്ടുവരണം. ഓഡിയൻസ് അത് ആസ്വാദിക്കണം. ഞാനല്ല, ഭരതനാട്യം ആസ്വാദിക്കണം. അതാണ് എന്റെ ഒരു റെസ്പോൺസിബിലിറ്റി ഇത്ര ആൾക്കാർ മുന്നാടി. ഇപ്പോഴാണേ പോലും, എന്നിരുന്നാൽ പോലും ഇത്തരത്തിലുള്ള ഒരു ക്ലാസിക്കൽ പെർഫോമൻസ്, ഡാൻസ് എസ്പെഷ്യലി, പാട്ട് കേൾക്കാൻ പിന്നെയും ഒരു വലിയൊരു സഭ നമുക്കുണ്ടാവും. ഒരു ഡാൻസ് എന്നൊക്കെ പറയുമ്പോൾ എത്രയെന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അവർ കാണാൻ വന്നിരിക്കുന്നത് ലക്ഷ്മി ഗോപാലസ്വാമി എന്ന് പറയുന്ന ഒരാൾ അവിടെ പെർഫോം ചെയ്യുന്നത് കൊണ്ടായിരിക്കും നോർമൽ പബ്ലിക്കിനെ അട്രാക്ട് ചെയ്യണത് അല്ലേ? ശരിക്കും അവർ വന്നിരുന്നാലും അവർക്ക് ഈ ക്ലാസിക്കൽ ഡാൻസിന്റെ ആ ഒരു കംപ്ലീറ്റ് കഥ അല്ലെങ്കിൽ നമ്മുടെ ഓരോ എക്സ്പ്രഷൻസും ഇതൊന്നും നോർമൽ ഓഡിയന് അത് അത്ര പെട്ടെന്ന് ക്യാച്ച് ആവണമെന്നില്ല, അത് മനസ്സിലാവണമെന്നില്ല. എന്നാലും ഇങ്ങനത്തെ തരത്തിലുള്ളൊരു ഷോയും നമ്മൾ എങ്ങനെയാണ് നമ്മളിത് പബ്ലിക്കിലേക്ക് കുറച്ചും കൂടെ അത് റീച്ച് ചെയ്യിപ്പിക്കണമെങ്കിൽ, അല്ലെങ്കിൽ എങ്ങനെ പബ്ലിക്കിനെ അട്രാക്ട് ചെയ്യിപ്പിക്കണമെങ്കിൽ, അങ്ങനെ എന്താ ചേച്ചിക്ക് ഒരു നല്ലൊരു ഡാൻസ്? ചിന്തിക്കാറില്ല. ഇല്ല. എക്സെപ്റ്റ് ഓഫ് കോഴ്സ് സബ് ഗ്രൂപ്പ് ഐറ്റംസ് അവർക്ക് ഇഷ്ടം, അതെല്ലാം കുറച്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ എന്റെ പ്രകാരം നമ്മ ഉള്ളിൽ ഒരു സത്യമുണ്ടെങ്കിൽ, ഒരു ട്രൂത്ത് ഉണ്ടെങ്കിൽ, ഞങ്ങൾ ഡാൻസ് ചെയ്യുമ്പോൾ പെർഫോമൻസ് ചെയ്യാനല്ല, ഞാൻ എന്റെ ഡാൻസ് ആസ്വാദിക്കണം, എന്റെ ഡാൻസിൽ ഞാൻ അബ്സോർബ് ആയിരിക്കണം. അപ്പോ ഐ ഫീൽ പീപ്പിൾ വിൽ സിറ്റ്. ഇപ്പോ
ആൾക്കാര് ആരെങ്കിലും കാണാൻ ഇനിഷ്യൽ ഒരു ഡ്രോ അതാണ്. ബട്ട് എത്ര മിനിറ്റ്സ് വെറുതെ ഓക്കെ എന്നെ ഫസ്റ്റ് ഐറ്റം ലക്ഷ്മി ഗോപാൽ സ്വാമി കാണാൻ വരുന്നുണ്ട്, ഫസ്റ്റ് അവർ ആഭരണം നോക്കാൻ എങ്ങനെയാണ് കോസ്റ്റ്യൂം, കണ്ണുകള് അത് ഇതെല്ലാം ഓക്കെ. എത്ര മിനിറ്റ് അത് നോക്കാൻ അവരിക്കും? അതിനുശേഷം നമ്മുടെ കലയല്ലേ അവർക്ക് ഓഡിയൻസിനെ ഹോൾഡ് ചെയ്യാൻ പവർ, നമ്മുടെ കലയല്ലേ. നമ്മുടെ ഈ ജസ്റ്റ് നമ്മുടെ മുഖം ഓർ ഇതല്ലല്ലോ. സോ ഞങ്ങൾ വാട്ട് ആർ യു കമ്മ്യൂണിക്കേറ്റിംഗ്, ഹൗ ആർ യു ഡാൻസിങ്, എന്താ എനർജിയോടെ ഞങ്ങൾ ഡാൻസ് ചെയ്യുന്നുണ്ട്, എന്താ എസ്തറ്റിക്സ് ആണ്. സോ ഐ തിങ്ക് അത് ഇനിഷ്യലി ഓക്കെ. അതിനുശേഷം നമ്മുടെ ആസ് ഐ സെഡ് എല്ലാത്തിലും അതൊരു ത്രെഡാണ്. നമ്മളിലെ ഒരു ഉണ്മയിരിക്കണം, ഒരു ട്രൂത്ത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ചേച്ചി പറഞ്ഞ ഈ ഒരു സംഭവം ഒരു കറുത്ത നിറമുള്ള ഒരാൾക്ക് ഡാൻസ് ചെയ്യാൻ പറ്റില്ല എന്നോ, അല്ലെങ്കിൽ ഒരു ആണിന് ഒരു ഡാൻസ് ചെയ്താൽ അത് അതിനകത്തൊരു അഭംഗിയോ, അങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് ആരെങ്കിലും പറഞ്ഞാൽ ചേച്ചി അതിനോട് യോജിക്കുന്നുണ്ടോ? ഡാൻസ് ചെയ്യുന്ന ഒരാൾക്ക് I'm just too lazy to sit and write on social media and cover and everything. എഴുതണ്ട, ഇപ്പൊ പറഞ്ഞാൽ മതി. Because it's really very tough for me. Social media, I struggle with it honestly. But I feel അത് ridiculous ആണ്. കാരണം ഇപ്പോ എന്താ പറയാം, കുറെ ഹീറോസ് ഓൾസോ കൺവെൻഷനലി ഹാൻസം ഉണ്ടാവുന്നില്ല, ബട്ട് നമുക്ക് അവർ നോക്കുമ്പോ ഒരു അട്രാക്ഷൻ ആണ്. എന്തിന്? അവരുടെ അഭിനയം, അവരുടെ കല. സോ ഇതിലെ ഒരു അതെല്ലാം താണ്ടി നമുക്ക് പോണം. ആൻഡ് ഓൾസോ കുറെ ആൾക്കാർ കാണാൻ ഭയങ്കര ഭംഗിയുണ്ടാവും, പക്ഷെ അവർ ഡാൻസ് ഒരിക്കലും നമ്മ ഹാർട്ടിൽ ടച്ച് ആവുന്നില്ല. ഓക്കെ, സോ ഈ ലുക്സ് ആർ റിയലി ഇറെലവന്റ്. ഇപ്പൊ കഥകളി എല്ലാം ഇടുമ്പോ കഥകളി നമുക്ക് കാണാൻ പറ്റും അവരെങ്ങനെ ഏത് കളറായത്. ആൻഡ് ആരെ പറഞ്ഞു കറുത്ത കളർ ബ്യൂട്ടിഫുൾ അല്ലാന്ന്? ഞാൻ ഒരു കാര്യം പറയട്ടെ, ഐ എം വെരി പ്രൗഡ് ഓഫ് ദിസ് വൺ ഫാക്ട്. ഞാൻ എന്റെ കോളേജ് ടൈമില്, ഐ എം ടോക്കിംഗ് അബൌട്ട് 30 years ago, 25 years ago, ഓക്കെ, അപ്പോ എനിക്ക് ഫെയർ ആൻഡ് ലവ്ലി ആഡ്ക്ക്, അപ്പോ ഇറ്റ് വാസ് കോൾഡ് ഫെയർ ആൻഡ് ലവ്ലി, ഫെയർനെസ് ക്രീം. എനിക്ക് ആഡ്ക്ക് ദേ വർ ബിഹൈൻഡ് മീ. ഫോർ എൻ ഇന്ത്യൻ ഗേൾ ഞാൻ ഫെയർ കംപ്ലക്ഷൻഡ് ആണ്, ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിൽ ഞാൻ ഒരു ഫെയറർ ഗേൾ ആണ്. പക്ഷെ ഞാൻ ആ ടൈമിൽ ഞാൻ അത് ചെയ്തിട്ടില്ല, ബിക്കോസ് ഐ ഫെൽറ്റ് ഇത് റോങ് വാല്യൂസ് ആണ്. Who said black is not beautiful? And ഈ ഒരു കൊളോണിയൽ ഹാങ് ഓവർ ആയതുകൊണ്ട് കുറെ കുട്ടികൾക്ക് കോംപ്ലക്സസ് വരുന്നുണ്ട്. എന്തിനാ? ഇറ്റ്സ് ആഫ്റ്റർ ഓൾ മെലനിൻ അല്ലേ. സോ ഈവൻ ദാറ്റ് ടൈം ഐ വാസ് വെരി കോൺഷ്യസ്. ജസ്റ്റ് ബിക്കോസ് മോഡലിംഗ് ചെയ്യുമ്പോൾ ഏത് പ്രോഡക്റ്റ് വന്നാലും അതൊരു നമ്മുടെ ഇന്റഗ്രിറ്റി ഇല്ലെങ്കിൽ ഞാൻ അത് ഐ വിൽ നോട്ട് ബി പാർട്ടി ടു ദാറ്റ്. മനസ്സിലായോ? സോ ഐ ഹവ് ഓൾവേസ് ബിലീവ്ഡ് ഇൻ ഫാക്ട് ബ്ലാക്ക് ഇസ് ബ്യൂട്ടിഫുൾ. Just like white is beautiful, black is beautiful. Okay. And ipo ഭയങ്കര ബ്യൂട്ടിഫുൾ കുറെ മെയിൽ ആർട്ടിസ്റ്റ് ഉണ്ട്. ബാംഗ്ലൂരെ ഇഷ്ടംപോലെ ബ്യൂട്ടിഫുൾ മെയിൽ ഡാൻസേഴ്സ് ആണ്. ഇപ്പൊ ഇൻസ്റ്റയിലെ നോക്കുമ്പോൾ കേരളത്തിലെ കുറെ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഇറ്റ്സ് ബിയോണ്ട് ജെൻഡർ. ആർട്ട് ഇസ് ബിയോണ്ട് ഓൾ ദിസ്. ഇറ്റ് ഷുഡ് ലിബറേറ്റ് യു. ഓക്കെ, ശരി. അല്ലേ? ഇനി നമ്മുടെ ഈ ഒരു താളിയോല ഗ്രന്ഥം എന്ന് പറഞ്ഞാല് ചേച്ചി ഇതേപോലെ ചേച്ചിക്ക് തൊട്ട് മുമ്പേ ഇതേപോലെ ഓരോരോ ആർട്ടിസ്റ്റുകൾ ഇവിടെ മാറി മാറി വരുമല്ലോ. അപ്പൊ അവര് വന്നിരിക്കുമ്പോൾ അവര് നെക്സ്റ്റ് അടുത്ത് വരുന്ന ആളുടെ പേര് നമ്മൾ എഴുതിയിട്ടുണ്ടാവും. അവർക്ക് വേണ്ടിയിട്ട് ഒരു ചോദ്യം, ഒരു ക്വസ്റ്റ്യൻ അവർ ഇവിടെ ഓൾറെഡി എഴുതും. അപ്പൊ ലാസ്റ്റ് ടൈം നമുക്ക് ഇവിടെ വന്നിരിക്കുന്നത് ഷാജോൺ ചേട്ടനായിരുന്നു, കലാഭവൻ ഷാജോൺ. അപ്പൊ ഷാജോൺ ചേട്ടൻ ഇവിടെ ഒരു ചോദ്യം ചേച്ചിക്ക് വേണ്ടിയിട്ട് എഴുതിയിട്ടുണ്ട്. അറിയില്ല, അല്ല, പക്ഷെ അവരൊരു ചോദ്യം ചേച്ചിക്ക് വേണ്ടിയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ടായിരുന്നു. അവർ എഴുതിയിരിക്കുന്ന ഇതാണ്, ചേച്ചിക്ക് അത് വായിക്കാം. How cute. Your dreams. Okay, ചേച്ചിയുടെ ഡ്രീംസ്, അതാണ് അവർക്ക് ചേച്ചിയോട് ചോദിക്കാനുണ്ടായിരുന്നത്. സത്യം പറഞ്ഞാലേ ഷാജോൺ, it's a beautiful question. I struggle to have a dream actually. I try to think. എനിക്ക് അങ്ങനത്തെ ഡ്രീംസ് ഇല്ല. മേ ബി ബിസി വിത്ത് ഗുഡ് പ്രോജക്ട്സ്, ഗുഡ് ഡാൻസ് ആൻഡ് നല്ല ശക്തി നമുക്ക് എടുക്കണം, അതാണ്. ബട്ട് ഡ്രീം എന്ന് പറഞ്ഞാൽ അറ്റ് എ സൂപ്പർഫിഷ്യൽ ലെവൽ ഐ വോണ്ട് മൈ ഓൺ ഫ്ലാറ്റ്. ഐ എം ഓൾവേസ് സ്റ്റേയിങ് വിത്ത് മൈ പേരൻസ്. ഐ ഹാവ് ബിൻ where I have a holiday pad. അത് ഇതുവരെയ്ക്കും ആയിട്ടില്ല. അതെന്തിനറിയില്ല, നമുക്ക് അതൊരു ഡിസിഷൻ മേക്കിംഗ് ആയിട്ടില്ല. ബട്ട്
ആക്ച്വലി ഐ എം ലിവിങ് എ ഡ്രീം എൻ്റെ പ്രകാരം. എനിക്ക് ഐ ലവ് ഡാൻസിങ്, ഐ ലവ് ആക്ടിങ് ആൻഡ് ഓൾ ദിസ് ഞാൻ ഐ എം ഡൂയിങ്. സോ അങ്ങനെ ഒരു വലിയ ഡ്രീംസ് അങ്ങനെ ഒന്നുമില്ല. ഇല്ല. ഓക്കെ. ഇനി ഇത് നമ്മൾ അടുത്ത് വരാൻ പോകുന്ന ഗസ്റ്റിന്റെ പേര് ഇതിൽ എഴുതിയിട്ടുണ്ട്. ഗസ്റ്റിന്റെ പേര് ചേച്ചി വായിക്കാവുള്ളൂ, ഉറക്കെ പറയരുത്. ബിക്കോസ് അത് നമ്മുടെ ഓഡിയൻസിനുള്ള ഒരു സർപ്രൈസ് ആണ്. ഓക്കെ. അപ്പൊ അവരുടെ അടുത്ത് ചേച്ചിക്ക് ഇതുപോലെ എന്താ ചോദിക്കാനുള്ളതെന്ന് വെച്ചാൽ യു ക്യാൻ റൈറ്റ് ഇറ്റ് ഹിയർ. അവിടെ ആരാന്ന് പേര് പറയണ്ട. മനസ്സിലായോ? നമ്മുടെ അടുത്ത ഗസ്റ്റ് അവരാണ്. അപ്പൊ എന്താ ചേച്ചിക്ക് അവരോട് ചോദിക്കാനുള്ളത്? ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നാ ചേച്ചി ആലോചിച്ചിട്ട് പിന്നെ മെസ്സേജ് ചെയ്ത് തന്നാ മതി ചോദ്യം, നമ്മളോട് എഴുതാപ്പോ. അത് മതി. I have to think about this. Okay, മതി. But I'm very excited to see this. Okay. ഇനി ആ ലെഫ്റ്റ് സൈഡിലുണ്ടല്ലോ ചേച്ചി, ഇതേപോലെ നമ്മള് ചേച്ചിക്ക് ഒന്ന് സജസ്റ്റ് ചെയ്യും, നമ്മൾ വേറൊരു ആരെ വിളിക്കണം, ഇതേപോലെ ചേച്ചിനെ പോലെ ഈ സീറ്റില് വേറെ ആര് വന്നിരിക്കുന്നതായിരിക്കും ചേച്ചിക്ക് കാണാൻ ഇഷ്ടം, അങ്ങനെ ഒരു പേര് ചേച്ചിക്ക് അവിടെ സജസ്റ്റ് ചെയ്യാം ലെഫ്റ്റ് സൈഡിൽ. ബട്ട് എനിക്ക് അറിയില്ലല്ലോ ആരാരെ. അല്ല, അതിപ്പോ കുഴപ്പമില്ല, ചേച്ചി എഴുതിക്കോ. ചേച്ചിക്ക് ആഗ്രഹം ആരെയാണ് നമ്മൾ ഇതേപോലെ ചേച്ചിയുടെ ഫോണിൽ നോക്കുമ്പോൾ അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളും ഇതേപോലെ കംപ്ലീറ്റ് ലൈഫ് ജേർണി ഒക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനെ ചേച്ചിക്ക് അറിയണം എന്ന് തോന്നുന്ന ഒരു സെലിബ്രിറ്റിയുടെ പേര്. അയ്യോ, ഇത് ഓൾസോ കഷ്ടം. അയ്യോ, ചേച്ചിക്ക് അങ്ങനെ ആരുടെങ്കിലും അവിടെ തിങ്ക് ഇപ്പോ ഇവിടത്തെ കള്ളിപ്പെണ്ണേ. ഓക്കെ, അത് അയച്ചു തരണേ ചോദ്യം. ഓക്കെ. അങ്ങനെ നമ്മുടെ എല്ലാ സെഗ്മെന്റ്സും കഴിഞ്ഞിരിക്കുകയാണ്. ഇനി അടുത്തതുള്ളത്, നമ്മൾക്കിപ്പോൾ എവിടെ പോയാലും ഉണ്ടാവില്ലേ, എന്ത് സംഭവം നമ്മൾ ചെയ്ത് കഴിഞ്ഞാലും ഫോണിൽ അപ്പം വരും റേറ്റിംഗ് റേറ്റേഴ്സ് എന്നും പറഞ്ഞുകൊണ്ട്, അല്ലേ? അപ്പോൾ നമ്മുടെ ഈ പ്രോഗ്രാം വന്നിട്ട് ചേച്ചിക്ക് എത്രത്തോളം നമ്മുടെ ഈ ഒരു ഷോ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്ന ഈ ഒരു ഷോ ചേച്ചിക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ചേച്ചി ഈ വൈറ്റ് ബോർഡിൽ ഒന്ന് മാർക്ക് ചെയ്യണം. ചേച്ചി സ്റ്റാർ ആണ് ഇടേണ്ടത്. 1 സ്റ്റാർസോ 2 സ്റ്റാർസോ 5 സ്റ്റാർസ് വരെയാണുള്ളത്. അപ്പൊ ചേച്ചിക്ക് എത്ര സ്റ്റാർ ആണ് ഞങ്ങൾക്ക് തരാൻ ചേച്ചിക്ക് ഇഷ്ടം? ഓക്കെ, ഞാൻ കണ്ടടിച്ചിരിക്കാം, നോക്കട്ടെ. അത് കഴിയുമ്പോ സ്റ്റാർസ് ചേച്ചി എത്ര സ്റ്റാർസ് ആണെന്ന് എഴുതി കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ പേര് എഴുതിയിട്ട് സൈൻ ചെയ്യണേ. കഴിഞ്ഞോ? നോട്ട് യെറ്റ്. ഇത്ര സമയം വേണോ? ചേച്ചി പോയോ? വെയിറ്റ്, കുറച്ച് ജസ്റ്റ് കളറിംഗ്. ഓ ഓ ഓക്കെ, ഇത് നിനക്ക് മനസ്സിലാവണുണ്ടോ? പേരെഴുതി സൈൻ ചെയ്തോ? ഇപ്പൊ സൈൻ ചെയ്യും. പ്ലീസ് വെയിറ്റ്. ഒരു എന്റെ അമ്മോ, പേരെഴുതണോ? കഴിഞ്ഞോ? ഇല്ല, ഐ ആം റൈറ്റിംഗ് മൈ നെയിം. എന്റെ ദൈവമേ, ചേച്ചി എന്ത് ചെയ്യാ? ഓട്ടോഗ്രാഫ് ഒരു ഇതേ എടുത്തിട്ടുണ്ട്. ഓ, നോക്കട്ടെ. കഴിഞ്ഞില്ലേ? താങ്ക് യു സോ മച്ച് ചേച്ചി. എന്തിനാ ഒരു ഹാഫ് വെച്ചാലേ എപ്പോഴും യു മസ്റ്റ് ഹാവ് ഇംപ്രൂവ്മെന്റ്. അങ്ങനെ ഫുൾ മാർക്സ് കൊടുത്താലേ നോ പോയിന്റ്. അത് വേറെ കുറെ ആൾക്കാർ ഇതുപോലെ വന്നിട്ട് പറയാറുണ്ട്, ചിലർ അങ്ങനെ ഇതായിട്ട്. And enjoyed every minute. അത് തന്നെ. താങ്ക് യു സോ മച്ച്. സൂപ്പർ സൈൻ ആണല്ലോ. കിടിലം. കന്നഡയും ഇംഗ്ലീഷും എല്ലാം കൂടെ മിക്സപ്പ് ചെയ്തിട്ടുള്ള ഒരു കാര്യം പറയട്ടെ. കുറെ ടൈംസ് മുമ്പ് എന്റെ ചെക്ക് വിൽ കം ബാക്ക് റിജക്ട്. സൈൻ ഡിഡ് നോട്ട് മാച്ച്. അപ്പൊ ചേച്ചി തന്നെ മറന്നുപോയി. ചേച്ചി തന്നെ മറന്നുപോയി ഓരോ പ്രാവശ്യം സൈൻ ചെയ്യുമ്പോ. ഇനി പറയൂ ചേച്ചി, ചേച്ചി ശരിക്കും എൻജോയ് ചെയ്തോ ഈ ഷോ? ശരിക്കും ഇതാണ് ഞാൻ അതിനിങ്ങ പറഞ്ഞില്ലല്ലോ, എഴുതാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ തന്നെ എഴുതുമല്ലേ. ഞാനിത് എക്സ്പെക്ട് ചെയ്തിട്ടില്ല. ഇങ്ങനെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ട്രബിൾ എടുത്തിട്ട് കുറെ സെഗ്മെന്റ്സ് ഉണ്ടാക്കും. ആൻഡ് സോ പേഴ്സണലി റിസർച്ച്ഡ് ആൻഡ് ഐ ലവ് ദാറ്റ് stop this fake news. And I loved ഇതെല്ലാം കുറെ ബ്യൂട്ടിഫുൾ ക്വസ്റ്റ്യൻസ്. താങ്ക് യു ചേച്ചി. ഞങ്ങളിപ്പോ ഞാനെന്നല്ല, നമ്മുടെ ഈ ചാനലിൽ നിന്ന് 2 years ആയി. ഞാൻ ഈ ചാനലിൽ ജോയിൻ ചോദ്യമുണ്ട്. എന്താ ചേച്ചി? ചോദ്യമുണ്ട്. എന്താണ്? എന്തിനാ നിങ്ങൾ അത്ര
കീൻ ആയിട്ട് എന്നെ കൊണ്ടുവരണം എന്തിനാ അത്ര കീൻ അത്രയ്ക്ക് ഇഷ്ടമാണ് ഞങ്ങൾക്ക് ചേച്ചീനെ. ആണോ? 2 years ആയിട്ട് ചേച്ചിയുടെ ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ അന്ന് വേറെ ആങ്കർ ആയിരുന്നു, ഈ ഷോ അല്ല വേറെ ഷോയ്ക്ക് വേണ്ടിയിട്ട് ചേച്ചിയുടെ ഒരു ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് മൈൽ സ്റ്റോൺ 2 years ആയിട്ട് ചേച്ചിയുടെ ബാക്കിലുണ്ട്. അത് ഏത് ഷോ ആയിരുന്നു? അല്ല അത് വേറെ ഇന്റർവ്യൂ, നോർമൽ ഇങ്ങനത്തെ ഒരു ഷോ പാറ്റേൺ അന്നേരം ഉണ്ടായിരുന്നില്ല. But I'm glad I came for this. അപ്പൊ അത് എനിക്കായിരുന്നു അതിന്റെ ഭാഗ്യം. അതായിരുന്നു ഇങ്ങനെ ചേച്ചിനെ ഇങ്ങനെ ഒരു ഇത് ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു. I was almost certain this Appus will keep sending, madam, this time, and eppozhum I come and run back. And enikku endariyamo namukkoru ഈ ഒരു ഇന്റർവ്യൂ ചെയ്യാൻ അത്ര ഈസി അല്ല. കാരണം ഞാൻ പറയട്ടെ, നമുക്ക് ഓൾസോ സംടൈംസ് ആസ് ആർട്ടിസ്റ്റ് നമുക്കൊരു യു ഹാവ് ടു ഫീൽ എ സെൻസ് ഓഫ് സെൽഫ് വർത്ത്, യു ഹാവ് ടു ഫീൽ എ സെൻസ് ഓഫ് യുവർ ജേർണി. ഇല്ലെങ്കിൽ നമുക്ക് കൺവിൻസിംഗ് ആയിട്ട് സംസാരിക്കാൻ പറ്റില്ല അല്ലേ? സോ അങ്ങനെ ഉണ്ടെങ്കിൽ ഐ ഡോണ്ട് ലൈക്ക് ടു ഫേക്ക് എനിത്തിങ്. സോ ഇഫ് ഐ ഡോണ്ട് ഫീൽ sometimes if you just want to lie low away from everything, അങ്ങനെ ഇരിക്കണം. സോ അതാണ് ഞാൻ വിചാരിച്ചു ഏതോ ഒരു ഉണ്ട് ഇതില് അവർ എന്തിനെ അത്ര എന്നെ കൊണ്ടുവരണം പറഞ്ഞിട്ടുണ്ടെന്ന്. പക്ഷെ ആക്ച്വലി ബ്യൂട്ടിഫുൾ ആയിരുന്നു, വർത്ത് ആയിരുന്നു. അപ്പൊ ചേച്ചി ഇത്ര ടൈം സ്പെൻഡ് ചെയ്തത്. താങ്ക് യു. അങ്ങനെ നമുക്ക് അറിയാനുണ്ടായിരുന്ന കുറെ കാര്യങ്ങളും നമ്മൾ എപ്പോഴും നമ്മുടെ ഫോണിലൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ ഫേക്ക് ന്യൂസും അതിന്റെയൊക്കെ യഥാർത്ഥത്തിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഇന്നും നമ്മുടെ സ്വന്തം വീട്ടിലൊരാളെ എന്നും നമ്മൾ പറയാൻ എല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മുടെ സ്വന്തം ലക്ഷ്മി ചേച്ചിയുടെ ഇൻ ആൻഡ് ഔട്ട് എല്ലാ വിശേഷങ്ങളുമാണ് ഇപ്പോ നിങ്ങൾ എല്ലാവരും കണ്ടെല്ലാം കഴിഞ്ഞത്. അങ്ങനെ മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ഇന്ന് നിങ്ങൾ കണ്ടത് ലക്ഷ്മി ചേച്ചിയുടേതായിരുന്നു. അടുത്ത ദിവസം നിങ്ങൾ കാണാൻ പോകുന്നത് ആരുടെ ആയിരിക്കും എന്ന് നമുക്ക് നോക്കാം. അതിന് തൊട്ട് മുമ്പേ മൈൽ സ്റ്റോൺ മേക്കേഴ്സിൽ ഇനി പുതിയതായിട്ട് മറ്റൊരു ഷോയും കൂടെ ലോഞ്ച് ചെയ്യാൻ പോവുകയാണ്, ദ കെന്ന ഷോ. ഈ ഒരു ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എനിക്ക് നിങ്ങൾ തന്ന ഇതേപോലത്തെ എല്ലാ സപ്പോർട്ടും ഈ ഒരു ഇഷ്ടങ്ങളും നമ്മുടെ കെന്ന ഷോയിൽ വരാൻ പോകുന്ന കെന്നയ്ക്കും നിങ്ങൾ കൊടുക്കും എന്നൊരു വിശ്വാസത്തിൽ ഇന്നത്തെ ഒരു എപ്പിസോഡിൽ നിന്നും ഞാൻ വൈൻഡ് അപ്പ് ചെയ്യുന്നു. നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്. ബൈ. ഇപ്പൊ ഒരുപാട് സന്തോഷം ചേച്ചി, ഒരുപാട് ചേച്ചിയുടെ അടുത്ത് സംസാരിച്ചിരുന്ന സമയം പോണതേ അറിയില്ല. ഒരുപാട് രസമുണ്ട് ചേച്ചിയുടെ സംസാരം കേൾക്കാനായിട്ടും. ഇത്രയും സമയം ശരിക്കും ഞങ്ങൾ എല്ലാവരും ശരിക്കും എൻജോയ് ചെയ്തു. ചേച്ചിയുടെ കൂടെയുള്ള ഓരോ നിമിഷവും ശരിക്കും എൻജോയ് ചെയ്തു. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. താങ്ക് യു രമ്യ. എനിക്ക് കൂടെ വളരെ വളരെ സന്തോഷമായി ഈ ഒരു ലൈഫ് ഇസ് ബ്യൂട്ടിഫുൾ വന്നിട്ട്. വൺ മോർ കളക്ഷൻ നീ പറഞ്ഞല്ലേ മൊമെന്റ്സ് എന്താണ്? അതെ, വൺ മോർ ബ്യൂട്ടിഫുൾ മൊമെന്റ്സ് തീർച്ചയായിട്ടും ചേച്ചിക്ക് പറയാലോ. താങ്ക് യു.